നേന്ത്രക്കായ പുളിശ്ശേരി തയ്യാറാക്കാനായിട്ട് ഒരുപാട് പഴുക്കാത്ത നേന്ത്രക്കായ എടുക്കുന്നതാണ് നല്ലത്. ഞാനിവിടെ 2 നേന്ത്രക്കായ എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ ആവശ്യം അനുസരിച്ച് നിങ്ങൾക്ക് ഇതിൻ്റെ എണ്ണം കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം. ഇനി ഇതിൻ്റെ തൊലിയൊക്കെ മാറ്റിയിട്ട് നമുക്ക് ചെറിയ കഷ്ണങ്ങളായിട്ട് ഇത് വേവിക്കാനായിട്ട് വെക്കാം. അപ്പം വേവിക്കാൻ വെക്കുന്ന കൂട്ടത്തിൽ നമുക്കിതിൻ്റെ കൂട്ടത്തിൽ പച്ചമുളകും ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും ഒരു അര സ്പൂൺ മുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് നമുക്ക് വേവിക്കാനായിട്ട് വയ്ക്കാം. ഞാനിവിടെ എരിവിനായിട്ട് 2 പച്ചമുളകാണ് നടുവേ പിളർന്നിട്ട് ഇട്ട് കൊടുത്തിട്ടുള്ളത്. നിങ്ങളുടെ ആവശ്യാനുസരണം നിങ്ങൾക്ക് അതിൻ്റെ എണ്ണം കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. പിന്നെ നമുക്കൊരു ഇച്ചിരി കളർ കിട്ടാനും കൂടെ വേണ്ടിയിട്ടാണ് ആ ഒരു മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നത്. ഇത് വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ഒഴിച്ചിട്ട് നമുക്ക് വേവിക്കാനായിട്ട് വയ്ക്കാം. അപ്പോൾ നമ്മളിത് ഒരുപാട് ഉടഞ്ഞു പോകേണ്ട കഷ്ണങ്ങൾ ജസ്റ്റ് ഒന്ന് വെന്ത് കിട്ടിയാൽ മാത്രം മതിയാവും. ഇനി ഇതൊന്ന് വെന്ത് വരുന്ന നേരത്തിന് നമുക്കൊരു അരമുറി തേങ്ങയിലേക്ക് ഒരല്പം ജീരകം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇനി വേവിച്ചെടുക്കുന്ന നേന്ത്രക്കായയിലേക്ക് നമ്മൾ ഈ തയ്യാറാക്കി വെച്ചിട്ടുള്ള അരപ്പും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഈ പച്ചമണമൊക്കെ ഒന്ന് മാറി വരുന്നത് വരെ നമുക്കതൊന്ന് ചൂടാക്കിയെടുക്കാം. നമ്മുടെ കഷ്ണങ്ങളൊന്നും ഉടഞ്ഞു പോകാത്ത രീതിയിൽ ഇത് നന്നായിട്ട് ഇതിൻ്റെ കൂട്ടത്തിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം. തേങ്ങയുടെയും ജീരകത്തിൻ്റെയൊക്കെ പച്ചമണം ഒന്ന് മാറി വരുമ്പോഴേക്ക് നമുക്കിതിനുള്ളിലേക്ക് തൈര് ആഡ് ചെയ്ത് കൊടുക്കാം. തൈര് ചേർത്ത് കഴിഞ്ഞ് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ട് ഇത് ജസ്റ്റ് ഒന്ന് ചൂടായി വരുമ്പോഴേക്ക് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇത് തിളയ്ക്കാനായിട്ട് അനുവദിക്കരുത്. ഇനി നമുക്കിതിനകത്തിലേക്ക് ആഡ് ചെയ്യാനായിട്ട് നമുക്കൊരു പാൻ അടുപ്പിൽ വെച്ച് ചൂടായി വരുമ്പോഴേക്ക് അതിനുള്ളിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കുക. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴേക്ക് അതിനുള്ളിലേക്ക് കടുക് ഇട്ട് കൊടുക്കുക. കടുകൊന്ന് പൊട്ടി വരുമ്പോഴേക്ക് അതിനുള്ളിലേക്ക് ആവശ്യമെന്നുണ്ടെങ്കിൽ മാത്രം നമുക്കൊരല്പം ഉലുവ ചേർത്ത് കൊടുക്കാം. ഉലുവ ഒന്ന് പൊട്ടി വരുമ്പോഴേക്ക് നമ്മൾ വട്ടത്തിലരിഞ്ഞിട്ടുള്ള ചെറിയ ഉള്ളിയും വറ്റൽമുളകും കറിവേപ്പിലയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇതെല്ലാം ഒന്ന് മൂത്ത് വരുമ്പോഴേക്ക് നമുക്ക് അത് നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഈ നേന്ത്രക്കായ പുളിശ്ശേരിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതുപോലെ സിമ്പിളായിട്ട് നമുക്ക് നേന്ത്രക്കായ പുളിശ്ശേരി തയ്യാറാക്കാം. ഇതുവരെ തയ്യാറാക്കിയിട്ടില്ലാത്തവരൊന്ന് തയ്യാറാക്കി നോക്കൂ.